വന്നിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളായിട്ടുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ സ്ത്രീകൾ എല്ലാ മാസവും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പീരീഡ്സിൻ്റെ ടൈമിലുള്ള ആ ഒരു കുറേ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, അതായത് സ്ട്രെസ്സും സ്ട്രെയിനും അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ അല്ലേ. ഈ ഒരു സമയത്ത് നമ്മൾ വഴക്കിടാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പല ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ബോഡിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്, അതിനൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ വേദന വരുന്ന വയറുവേദന വരുന്ന സമയത്തൊക്കെ നമുക്ക് പെയിൻ കില്ലേഴ്സൊക്കെ ഒരുപാട് കിട്ടാറുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താണ്, ശരിക്കും ആ ഒരു സമയത്ത് ആ ഒരു വേദന കുറയ്ക്കുന്നു എന്നുള്ളത്, ഒരുപാട് പെയിൻ കില്ലേഴ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് അത് ഇന്റേണൽ ഓർഗൻസിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വെച്ചിട്ട് ടിപ്സ് വെച്ചിട്ട് നമുക്കിതിനെ കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു 1, 2, 3, 4 ടിപ്സോളം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് ഇതേപോലെ ഞാൻ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി, എനിക്ക് നല്ല ഇതായിട്ട് എഫക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 1, 2, 3, 4 ടിപ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ 4 ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കി, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണിതെന്നുള്ളത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്തേക്ക് അല്പം ചെറു ചൂടുവെള്ളം എടുക്കുക, അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ കുടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ബ്ലഡ് പോയില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് നന്നായിട്ട് വയറുവേദന എടുക്കുന്നത്. ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് നന്നായിട്ട് പോകും, ആ ഒരു വയറുവേദന, ആ ഒരു അസ്വസ്ഥത മാറിക്കിട്ടും കേട്ടോ. ഇനി അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് വെള്ളത്തിലിട്ടതിന് ശേഷം അത് കഴിക്കുക എന്നുള്ളതാണ്. അത് ഡേറ്റ്സിൻ്റെ ഗുണം പിന്നെ നമുക്ക് പറയാതെ തന്നെ അറിയാമല്ലോ. ഇതും ആ ഒരു സമയത്തെ ബുദ്ധിമുട്ടിനെ ചെറുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെയാണ് നമ്മുടെ പെരിഞ്ചീരകം. കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടുക. ശേഷം അത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം ആ വെള്ളം ഊറ്റി കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ടിപ്സാണിത് കേട്ടോ. ഏറ്റവും നല്ല ഉപാധിയാണിത് വയറുവേദന കുറയ്ക്കാനും അതേപോലെ തന്നെ ആ ഒരു ഫ്ലോയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നന്നായിട്ട് സഹായിക്കും ഈ ഒരു പെരിഞ്ചീരകത്തിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അത് ചെറു ചൂടുവെള്ളമൊന്നുമല്ല, വെറുതെ പച്ചവെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം ആ വെള്ളം, ആ പെരിഞ്ചീരകത്തിന് ഒരു എഫക്റ്റൊക്കെ ഇറങ്ങിക്കഴിയുന്ന ആ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇത് 100% ഗ്യാരണ്ടിയാണ്. നന്നായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടിപ്സ് വഴിയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് വേദനകളെയൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്. വേദന സംഹാരികളില്ലാതെ തന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ ആ ടൈം സുഗമമായിട്ട് പോകാനായിട്ട് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ 3 കാര്യങ്ങളാണ് ഞാൻ നോർമലി പറയാനുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ ഡേറ്റ്സ് ഒന്ന് കഴിക്കാൻ പോയി കേട്ടോ. ഇതാണ് നമ്മുടെ 3 ഐറ്റംസ്. പിന്നെ ഒരു പ്രധാന ഘടകം നമുക്കുണ്ട്, അറിയാമല്ലോ, പപ്പായയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. നമുക്ക് പച്ചയ്ക്കും പഴുത്തതും ഒക്കെ കഴിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. അതായത് ആത്ത സമയത്ത് ഈ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന, പേശിവേദന എന്നിവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പീരീഡ്സിൻ്റെ സമയത്ത് ആ ഒരു ടൈമിങ് എല്ലാ മാസവും ഒരേപോലെ മാസമുറ വരുന്നതിന് വേണ്ടിയിട്ട് ഈ പപ്പായ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പീരീഡ്സ് സമയത്ത് ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്